F-35 ലൈറ്റ്നിങ് 2 എന്ന് പറയുന്ന സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉള്ള ഒരു വിമാനത്തിൽ നിന്നും 7700 എന്ന് പറയുന്ന ഒരു സിഗ്നൽ, സ്ക്വാക്ക് സിഗ്നൽ പുറത്തു വിട്ടിട്ടുണ്ടെന്നുള്ളതാണ്, സിഗ്നൽ സെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. വിമാനം അത്യന്തം അപകടകരമായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് പോകുന്ന സമയത്താണ് ഇത്തരം സിഗ്നലുകളെ ഈ പറയുന്ന പൈലറ്റുമാർ പുറത്തുവിടാറ്. ആ വിമാനം തിരിച്ച് ലാൻഡ് ആയോ അതോ ആ വിമാനം കാണാതായിട്ടുണ്ടോ എന്നുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ വന്നിട്ടില്ല. ഇങ്ങനൊരു സിഗ്നൽ കിട്ടി എന്നുള്ളതാണ് വരുന്നത്. പക്ഷേ ഇതിന് 2 ദിവസം മുന്നെയാണ് അമേരിക്കയുടെ ഒരു KC ടാങ്കർ വിമാനം ഇതുപോലെ ഖത്തറിന്റെ ആകാശത്ത് വെച്ച് പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നത്. അന്ന് അത് അപ്രത്യക്ഷമാവുന്ന സമയത്തും 7700 എന്ന് പറയുന്ന ഈ സിഗ്നലിനെ ആ വിമാനവും പുറത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ വിമാനത്തിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പൊ പുറത്തു വരുന്നത്. പക്ഷേ ഈ വിമാനം കാണാതാവുന്നതിനും ഈ F-35 ലൈറ്റ്നിങ് 2 എന്ന് പറയുന്ന സ്റ്റെൽത്ത് വിമാനം ഒരു സ്റ്റെൽത്ത് വിമാനമാണെന്ന് ആലോചിക്കണം. സ്റ്റെൽത്ത് വിമാനം ഈ ഒരു സിഗ്നൽ പുറപ്പെടുവിക്കുന്നതിന് മുന്നേയും ഇതിനൊക്കെ ആഴ്ചകൾക്ക് മുന്നേ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുന്നേ വേറൊരു ഇൻസിഡന്റ് കൂടെ ഇറാനിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കറിയാം. അതായത് 2 F-15 വിമാനം അതേപോലെ തന്നെ ഒരു F-35 വിമാനം അതിന്റെ പുറകിലായിട്ട് ഒരു ഈ സിഗ്നലുകളൊക്കെ കൊടുക്കുന്ന ടാങ്കർ വിമാനം പോലത്തെ വേറൊരു വിമാനം, ഇങ്ങനെ ഒരു കോൺവോയ് ആയിട്ട് ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ടുള്ള ഒരു കോൺവോയ്, ഒരു വിമാന കോൺവോയെ ഗ്രൗണ്ടിൽ നിന്നുള്ള പ്രൊജക്ടൈലുകൾ ഉപയോഗിച്ചിട്ട് ഇറാൻ ആക്രമിക്കുന്നു. ഇറാൻ ആക്രമിച്ച് F-35 വിമാനത്തിനെ ഇറാൻ അടിച്ചിടുകയാണ് ചെയ്യുന്നത്.